ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാവ്യ മാധവന്റെ അച്ഛന്റെ മരണവാർത്ത എത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു. വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവെയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിലെത്തിച്ചതും. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യയെ വിളിച്ചതും അച്ഛന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ശ്യാമള വിറയാർന്ന ശബ്ദത്തോടെ പറഞ്ഞതുമെല്ലാം. വിവരമറിഞ്ഞ് മാമാട്ടിയെയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും അച്ഛന്റെ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ. അച്ഛൻ ഇനി ഇല്ല എന്ന സത്യത്തിന് മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരമറിയിച്ചത് കാവ്യ തന്നെയായിരുന്നു. ഓസ്ട്രേലിയയിലുള്ള സഹോദരൻ എത്താനും കൊച്ചിയിൽ നിന്നും ദിലീപും മീനാക്ഷിയും എത്തും വരെയും കാത്തിരിക്കാൻ കാവ്യ തന്നെയാണ് പറഞ്ഞത്. ഒപ്പം തകർന്നു പോയ അമ്മയ്ക്ക് താങ്ങായതും കാവ്യ തന്നെയാണ്. തുടർന്ന് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ദിലീപും മീനാക്ഷിയും ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. കാവ്യയെയും അമ്മയെയും മകളെയും കൂട്ടി കൊച്ചിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു ദിലീപിന്റെ വരവിന് പിന്നിലെ ഉദ്ദേശം. അച്ഛന്റെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷമായിരുന്നു ഇവർ നാട്ടിലേക്ക് തിരിച്ചത്. ഇന്നലെ രാത്രിയോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് കാവ്യ കൊച്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. കുറച്ചു കാലമായി പൂട്ടിയിട്ടിരുന്നാൽ തന്നെ അതിവേഗം വീട് വൃത്തിയാക്കിയെടുക്കുവാനുള്ള നിർദ്ദേശമെല്ലാം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടെ എല്ലാവരും വീട്ടിലെത്തിയതിനാൽ ഇപ്പോൾ അച്ഛന്റെ പൊതുദർശനത്തിനും അന്ത്യസംസ്കാര ചടങ്ങുകൾക്കുമുള്ള കാര്യങ്ങളുമാണ് നടക്കുന്നത്. നീലേശ്വരത്തു നിന്നും നൂറുകണക്കിന് പേരാണ് തങ്ങളുടെ മാധവേട്ടനെ അവസാന നോക്ക് കാണുവാൻ തിരിച്ചിരിക്കുന്നതും. മാധവന്റെ ആദ്യകാല സുഹൃത്തുക്കളും ഇവരുടെ കുടുംബ ബന്ധുക്കളുമെല്ലാം കാവ്യയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ദിലീപുമായുള്ള വിവാഹശേഷം ഈ വീട്ടിൽ നിന്നും ആലുവയിലെ പത്മസരോവരത്തിലേക്ക് താമസം മാറിയ കാവ്യ മകൾ മഹാലക്ഷ്മിയെ ചെന്നൈയിലെ സ്കൂളിൽ ചേർത്തതോടെ പൂർണ്ണമായും അവിടേക്ക് മാറുകയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലും മാമാട്ടിയുടെ അവധി ദിവസങ്ങളിലും മാത്രമായിരുന്നു കാവ്യ കൊച്ചിയിലേക്ക് വന്നിരുന്നത്. മകളും പേരക്കുട്ടിയും ചെന്നൈയിലേക്ക് മാറിയപ്പോൾ മാമാട്ടിയുമായി അത്ര അടുപ്പമായതോടെയാണ് മാധവനും ശ്യാമളയും ചെന്നൈയിലേക്ക് എത്തിയതും. തുടർന്ന് അവിടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു. ദിലീപിന്റെ ദേ പുട്ടിന്റെ ചുമതലകൾ പോലും മാധവൻ നിർവഹിച്ചിരുന്നുവെന്നാണ് കുടുംബവുമായി ഏറെ അടുപ്പമുള്ളവർ പറയുന്നത്. കാവ്യ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് മറ്റൊരു വീടെടുത്ത് ശ്യാമളയും മാധവനും സഹായിയായ കുടുംബ സുഹൃത്തും താമസിച്ചിരുന്നത്. എങ്കിലും മാമാട്ടി അധിക നേരവും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പമായിരുന്നു എന്നതാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.